നമ്മുടെ എപ്പിസോഡ് കൂടുതൽ കളർഫുൾ ആക്കണ്ടേ? സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം രമേശ് പിഷാരടെ. രമേശ് ഏട്ടാ, വെൽക്കം. തിരിച്ചും സ്വാഗതം. നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ, പലതരത്തിൽപ്പെട്ട ആളുകളുണ്ട്. 800 കോടി ആളുകളുണ്ട്. 800 കോടി ആളുകൾക്കും കൂടി ആയിരക്കണക്കിന് ഭാഷകളുണ്ട്. പക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് ചിത്രമെഴുത്ത് ഭാഷ എന്ന് പറയുന്ന ഭാഷയാണ്. നിങ്ങൾ എയർപോർട്ടിൽ നോക്കിയാൽ ടോയ്ലറ്റിൽ സ്ത്രീയുടെയും പുരുഷന്റെയും പടം വരച്ചു വെച്ചിരിക്കും. കാരണം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഭാഷ അറിയില്ലെങ്കിലും ആ പടം കണ്ടാൽ അറിയാം ഇത് ആണാണ്, ഇത് പെണ്ണിന്റെ ആണ്. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കും, അതിനേക്കാൾ വേഗത്തിൽ നമ്മൾക്ക് പരസ്പരം ഭാഷ അറിയാത്ത ആളുകൾ തമ്മിൽ ഒരു സെക്കൻഡിന്റെ 100-ലൊരു അംശം കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ വിനിമയം ചെയ്യാവുന്ന ഒരു സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് ഒരു ചെറിയ പുഞ്ചിരിയാണ്. നമ്മൾ ഒരാളെ നോക്കി ചിരിക്കുന്നു, അയാൾ നമ്മളെ നോക്കി ചിരിക്കുന്നു. അങ്ങനെ പരസ്പരം ചിരി വിനിമയം ചെയ്യുന്ന, ചിരി പങ്കുവെക്കുന്ന, ചിരിപ്പിക്കുന്ന ആളുകളുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ഫൺ ബേബി ഫൺ എന്ന് പറഞ്ഞ ഈ പരിപാടിയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിക്കണ്ടേ? ആരാണ് ഇന്നത്തെ ഗസ്റ്റ്? ഞാൻ പറയല്ലേ, നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട നായിക. ആ ഒരു നായിക കണ്ടത് നമുക്ക് ഏത്തം പറഞ്ഞ നല്ലൊരു ചിരി നമ്മുടെ മുഖത്ത് വരും. ലെറ്റ്സ് വെൽക്കം ആദിതി രവി. ഹായ് ആദിതി, വെൽക്കം ഫൺ ബേബി ഫൺ. താങ്ക് യു. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. വളരെയധികം സന്തോഷമുണ്ട് ഫൺ ബേബി ഫണ്ട് ഒരു എപ്പിസോഡിൽ ഇവിടെ വരാൻ സാധിച്ചത്. ഇവിടെ വരുന്ന ഒരു സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ എവിടെ പോകുമ്പോഴാണ് സങ്കടമുള്ളത്. ഈ നേരത്തെ ഒരു പറഞ്ഞില്ലേ ചിരിക്കുന്ന കാര്യം, ചിരിയില്ലാത്തൊരു സ്ഥലത്തൊക്കെ പോകുമ്പോ ഭയങ്കര വിഷമമാണ്, നെഗറ്റീവ് ആയിട്ട്. ഓക്കെ, നമുക്ക് ചിരിയുള്ള സ്ഥലങ്ങളിൽ പോകാൻ പറ്റുള്ളൂ. അമൃതക്ക് ഒരു കാര്യം അറിയാമോ? കുട്ടനാടൻ മാർപ്പാപ്പ എന്ന് പറയുന്ന ചിത്രത്തില് അതിഥിരെ വിവാഹം കഴിക്കുന്നത് ആരാണെന്ന് ചോദിക്കുന്നത്? ആരാണെന്ന് ചോദിക്കേ? ഞാൻ എല്ലാവർക്കും പറഞ്ഞ ഞാൻ ചാക്കോച്ചിനെ തേച്ചിട്ട് ഞാൻ കിട്ടുന്നത്. ഈ ലോക സിനിമയിൽ കുഞ്ചാക്ക ബോബനെ തേച്ചിട്ട് രമേശ് പിഷാരടിനെ കല്യാണം കഴിക്കേണ്ടി വന്ന ഒരേ ഒരു നായിക അതിഥി രവിയാണ്. വേറെ ആർക്കും പറ്റിയില്ല. അത് വേറെ എല്ലാവരും എന്നെ തേക്കണമല്ലേ, അങ്ങനെയല്ലേ പോകും. കുഞ്ചാക്കോനല്ലേ കേട്ടത്? ഇത് കുഞ്ചാക്കോനെ പച്ചക്ക് തേച്ച് എന്നെ കല്യാണം കഴിച്ച നായിക. തേച്ചതോ? അത് സിനിമയല്ലേ? അല്ല, ജീവിതത്തിൽ തേച്ചതോ തേക്കപ്പെട്ടതോ ആയ കഥ പറ. ഇല്ല, ജീവിതത്തിൽ തേച്ചിട്ടില്ല. അല്ലെ, ഇന്നസെന്റ് ചന്ദ്രലേഖ എന്ന് പറയുന്ന സിനിമയില് ഈ സുകന്യയുടെ കല്യാണം നടത്താൻ വേണ്ടി പൂജാഭദ്ര ഇങ്ങനെ ഓടി നടക്കുക. പൂജാഭദ്രയ്ക്ക് മോഹൻലാലിന് ഇഷ്ടമായിരുന്നു. അപ്പോഴാണ് സുകന്യക്ക് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. അതറിഞ്ഞ് പൂജാഭദ്ര മാറി കൊടുത്തിട്ട് ഇങ്ങനെ നടക്കുന്ന നടപ്പിനിടയിൽ ഇന്നസെന്റ് പിടിച്ച് നിർത്തിയിട്ട് മാറ്റി നിർത്തിയിട്ട് ചോദിക്കും, നിനക്ക് ആരും കാണാതെ എവിടെയെങ്കിലും പോയി നിന്ന് കുറച്ചു നേരം കരഞ്ഞൂടെ കുഞ്ഞെ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ആ തേച്ചിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് ആ പൂജാഭദ്രയുടെ മുഖം ഞാൻ ഈ മുഖത്ത് കാണും. ക്യാമറ ക്ലോസ് വെക്കില്ലേ? കണ്ണെന്ന് അറിയും. പിഷാരടി ചേട്ടൻ പ്രണയിച്ച് കല്യാണം കഴിച്ചോ? അല്ല. ബ്രേക്കപ്പ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. നമുക്ക് കുറച്ചുകൂടി എനർജി കിട്ടും മുന്നോട്ടൊക്കെ ലൈഫ് പോകാനായിട്ടും, അല്ലെ? കുറെ കാര്യങ്ങൾ, നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനൊക്കെ. എനിക്കൊക്കെ വല്ല പൊടി കലക്കി തരുമായിരുന്നു വീട്ടിൽ നിന്ന് എനർജി കിട്ടാൻ വേണ്ടിട്ട്. ബ്രേക്കപ്പ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എനർജി അല്ല, ബ്രേക്കപ്പ് ഉണ്ടാവുന്നത് നല്ലതാണ്. എന്താണ് അതിന്റെ നന്മ? ബ്രേക്കപ്പ് ഉണ്ടാവുന്നതുകൊണ്ട് എന്ത് നന്മ? നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആകും. നമുക്ക് കുറച്ചും കൂടെ പല കാര്യങ്ങളും ചെയ്യാനുള്ള പ്രാപ്തി കിട്ടും. അല്ല, നിങ്ങൾ ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോ നമ്മൾ സ്ട്രോങ് ആവുന്നതാണോ, അതോ സ്ട്രോങ് ആകാൻ വേണ്ടി നിങ്ങൾ ബോധപൂർവ്വം ബ്രേക്കപ്പ് ഉണ്ടാക്കുന്നുണ്ടോ? നമ്മുടെ ലൈഫിൽ ആക്സിഡന്റിൽ വരുന്നല്ലേ ബ്രേക്കപ്പ് ഒക്കെ. നമ്മളിപ്പോ അറിഞ്ഞുകൊണ്ട് ആരോടെങ്കിലും ബ്രേക്കപ്പ് ആകോ? ഇല്ലല്ലോ. അറിയാണ്ട് ഒരു ദിവസം രാവിലെ എണീറ്റ് ബ്രേക്കപ്പ് അങ്ങനെയാണോ? അതെങ്ങനെയാ അത് സംഭവിച്ചു പോകുന്നത്? തൽക്കാലം ഈ കേസിൽ നീ മാപ്പുസാക്ഷിയായിട്ട് നിന്റെ കഥ പറ. ഇത്രയും പറയുന്ന കേട്ടപ്പോ നമുക്ക് മനസ്സിലായി അവൻ ആരാണ്, എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം, എങ്ങനെയാണ് തുടങ്ങിയത്, എന്തിനാണ് ബ്രേക്കപ്പ് ആയത്? എനിക്കങ്ങനെ ബ്രേക്കപ്പ് ഉണ്ടായിട്ടില്ല. അപ്പൊ നീ സ്ട്രോങ് അല്ല? ഞാൻ നല്ല സ്ട്രോങ് ആണ്. അത് ബ്രേക്കപ്പ് ആയാലും സ്ട്രോങ് ആവുള്ളൂ എന്ന് പറഞ്ഞത്? അത് ഞങ്ങൾക്ക് തുറന്നു പറയും. ഇനിയിപ്പോ കളത്രം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് നമ്മൾക്ക് പിരിയാം എന്നുള്ളത്. മതിയായില്ലേ? അമ്മ വേറെ കല്യാണം കഴിച്ചോ? ചേട്ടാ, ഇനി എന്നെ കുത്തി നോവിക്കണോ? അമ്മ വേറെ കല്യാണം കഴിച്ചോ? എനിക്കറിയത്തില്ല. ഓ, അന്വേഷിക്കുന്നില്ലത്രേ. അതൊക്കെ അതിഥിയോട് ചോദിച്ചപ്പോ പ്രയാതിഥി അവർക്ക് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ സുഹൃത്തുക്കളെ സ്റ്റാൻഡപ്പ് ഇല്ല. എനിക്ക് ഇവരോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനുണ്ട് കേട്ടോ. പ്രണയിക്കാതെ കല്യാണം കഴിച്ചതിന്റെ പിന്നിലെ കാര്യം, ആ പ്രണയം ഉണ്ടാവണം.
നമ്മൾ എന്ന് പറയണവരെല്ലാം വേണ്ടെന്ന് പറയണം, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്തോ കാരണം കൊണ്ട് വർത്താനം പറയാനൊക്കെ ആളുകൾക്ക് ഇഷ്ടം. പ്രണയം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് തീരെ ഒരു പോരായ്മ. അപ്പൊ രമേശ് ഏട്ടൻ പറയുന്നത് രമേശന്റെ അടുത്ത് ഇതുവരെ ആരും പ്രണയിച്ചിട്ടില്ല എന്നാണ്. ഞാൻ എരന്നു തുറന്ന് പുറകെ നടന്നിട്ടുള്ള അല്ലാണ്ട് ഒരു സ്ട്രോങ് പ്രണയം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ചേച്ചി കേൾക്കുന്നുണ്ട്, കേട്ടോട്ടെ, കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലല്ല, ഉണ്ടേ പ്രണയനൊന്നും എനിക്ക് ഒരു മടിയില്ല. അതെ, പിന്നെ പ്രണയിച്ചിട്ടില്ലേ? എടോ, എനിക്ക് കോളേജ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ ട്രൂപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും പരിപാടിയിലാണ് കംപ്ലീറ്റ് പെൻവേഷൻ, കണ്ണെഴുതിയത് തുടച്ചിട്ട് കോളേജിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 10 വർഷം എന്റെ കൂട്ടത്തിൽ ധർമ്മജന്റെ പെൻവേഷൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല, സത്യമായിട്ടില്ല. സമയം കിട്ടിയില്ല. എനിക്ക് പ്രണയത്തിനേക്കാളും ഫോക്കസ് ഈ കലയിൽ എങ്ങനെയെങ്കിലും ആളാവണം, പരിപാടി നടത്തണം, പരിപാടിക്ക് പോകണം എന്നുള്ളൊരു ഭയങ്കര. ഞാൻ നിങ്ങളെ കരയിക്കാൻ വേണ്ടി നിന്നതാ. എനിക്ക് കരയാൻ വയ്യ, നമുക്ക് പോയി അവിടെ ഇരിക്കാം. ബാ. അല്ല ഏറ്റവും ബെസ്റ്റ് തീരുമാനം. ഹലോ ഹലോ, നമസ്കാരം. വിശാലി, എന്തോ ഞങ്ങള് കുടുംബത്തോടെ ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ആഹാ, ഞാൻ ബേബി സാർ ഓൾറെഡി നമുക്ക് ബേബി സാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്റെ പേയ്മെന്റ് വർദ്ധിപ്പിക്കാൻ. വിശാലിക്ക് പേയ്മെന്റ് വർദ്ധിപ്പിക്കുന്ന കാര്യമല്ല, ഞങ്ങൾ വേറൊരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോ ഞെട്ടി എണീറ്റു. പെട്ടെന്ന് ആലോചിച്ചപ്പോ എന്താന്ന് ചോദിച്ചപ്പോ പിഷാരുടെ ഒരുപാട് കോമഡികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പിഷാരുടെ ഈ പ്രോഗ്രാമിൽ പറയുന്ന ഇൻസ്പിറേഷൻ സ്റ്റോറി ഉണ്ടല്ലോ, അതെന്നെ ഞങ്ങളുടെ ഗടാതെ ആകർഷിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോ ഞാൻ നമുക്ക് കോടി സ്വത്തുക്കളുള്ള ആൾക്കാരാണ്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും പാവങ്ങൾക്ക് സഹായം ചെയ്യണ്ടേ? അങ്ങനെ ഞങ്ങൾ സഹായം ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഒരാൾക്ക് അഭയം കൊടുക്കാൻ തീരുമാനിച്ചു. അതായത് പുള്ളിക്ക് വീടൊക്കെ ഉണ്ട്, പക്ഷെ പുള്ളി കയറി താമസിക്കാൻ പറ്റത്തില്ല. അവിടെ ഷെഡ് പോലത്തെ ചെറിയ വീടൊക്കെ സങ്കടം വരും അങ്ങനെ കിടക്കുന്ന കാണുമ്പോ. ഈ വലിയ വീട്ടില് പുള്ളിയെ കൂടി താമസിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇപ്പോഴെങ്കിലും നീ എന്റെ അടുത്ത് ഒരു അഭിപ്രായം ചോദിച്ചല്ലോടാ. ഈ മുതലിനെ കെട്ടിയപ്പോ നീ ചോദിച്ചില്ലല്ലോ അഭിപ്രായം. നീ എന്നെ അമ്മച്ചി അമ്മച്ചി എന്നാ വിളിക്കണേ, പക്ഷെ ഇവളുണ്ടല്ലോ, ഇവളെന്നെ അമ്മ ഇച്ചി എന്നാ വിളിക്കുന്നേ. ഈ എന്റെ അമ്മച്ചി മര്യാദക്ക് നമ്മൾ നല്ലൊരു കാര്യം ചെയ്യാൻ പോകുമ്പോ അതൊക്കെ ആൾക്കാർ മൊബൈലിലൊക്കെ പോസ്റ്റ് ചെയ്യും. അപ്പൊ അമ്മച്ചിക്ക് വേണ്ടി പേര് കിട്ടൂലേ? ഏതായാലും ബേബി സാറ് ചെയ്യുന്ന ഒരു സൽപ്രവൃത്തിയാണ്. കാരണം ഇതിന്റെ പ്രതിഫലം എന്തായാലും ഈശ്വരൻ തരും ബേബി സാറിന്. നല്ലൊരു കാര്യമാണ്. ഒരു പക്ഷെ ഒരു സമയത്ത് ബേബി സാറ് ചിലപ്പോ ഇതുപോലെ നശിഞ്ഞ് നാറാണക്കല്ല് പറിച്ച് കുത്തുപാള് എടുത്ത് പോകുമ്പോ അല്ല അതുപോലെ ആരെങ്കിലും സഹായിക്കാൻ വരും എന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ 3-4 പേരെ വീടല്ലേ, ഞാൻ തന്നെ ഇത് ഓടി നടന്ന് കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു നിലയില് നല്ല താമസം അദ്ദേഹത്തിന് ഒരുക്കും. അഭയൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ചക്രവാണി ഉള്ളിൽ വിളിച്ചോ. അഭയേട്ടാ കേറി വാ. നമസ്കാരം. നമസ്കാരം. അങ്ങോട്ട് നമസ്കാരം. വിശാലി, ഇവിടെ ഒരു അതിഥിയുണ്ട്. ഇതും ഞങ്ങളുടെ ഒരു അതിഥിയാണ്. അഭയം കൊടുക്കുന്ന ആൾ അഭയൻ. അതിഥി ഈശോ ബാബ. അതിഥി ഈശോ ബാബ എന്നല്ല, അതിഥി ദേവോ ബാബ. ഞങ്ങള് സത്യക്രിസ്ത്യാനികളല്ലേ മോനെ, പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ. ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ദൈവത്തെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ കണ്ടു. അങ്ങനെയാണെങ്കിൽ നീ ദൈവത്തിന്റെ അമ്മേനെ കണ്ടിട്ടുണ്ടോ? മാതാവേ. ഇതാണ് മാതാവ്. ഞാന് ദൈവത്തിന്റെ ഭാര്യ. ഇവരൊക്കെ ദൈവത്തിന്റെ ആരായിട്ട് വരും? ഇത് ദൈവത്തിന്റെ മാനേജര്, ഇത് ദൈവത്തിന് അസുഖം വരുമ്പോ ചികിത്സിക്കുന്ന നേഴ്സ്. ഞാൻ അമ്പല കമ്മിറ്റി പെട്ട ആളാ. ഞാൻ വേറൊരു അതിഥി വന്നതാണ്. ഇവരെ ഇവിടെ പാർപ്പിക്കുന്നതാണോ? ഞങ്ങൾ ഇവിടുത്തെ ജഡ്ജാ. മെയിനാ ഞങ്ങള്. നിങ്ങളാണ് അഭയം തേടി വന്ന ആള്. ഞാനേ കുടിയേറി കർഷക പ്രവൃത്തി ചെയ്യുന്ന ഒരു പാവപ്പെട്ട കർഷകനാ. കുടിയേറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് പാരമ്പര്യമായിട്ട് കുടിയേറി താമസിക്കുന്ന ആൾക്കാരാ. ഈ ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് നല്ല കുടിയായിരുന്നേ. അങ്ങനെ കുടിയേറി ഏറി വന്നപ്പോ കുടുംബത്ത് കടം കേറി വന്നു.
ഈ കട കേറി വന്നപ്പോ കടം തന്നവരൊക്കെ കുടുംബത്തിൽ കേറി വന്നപ്പോ ഞങ്ങള് മല കേറി ഇങ്ങനെ മലയോര കർഷകരായിട്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വന്നു. ദൈവമേ, അതൊന്നും കുഴപ്പമില്ല, അതൊന്നും സമാധാനമുള്ള കാര്യമാണ്. അല്ല എന്നിട്ട് അവിടെ നിന്ന് പോന്നെ എന്താ? അവിടെ താമസിച്ചാ പോരായിരുന്നോ? അല്ല, അവിടെ കാട്ടാനകളുടെ ഭയങ്കര ശല്യ. ആ. മനുഷ്യരെ കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ കാട്ടാന എപ്പ വന്ന കുടുംബത്ത് ഏത് നേരവും ഈ കാട്ടാനയുടെ ശല്യം കാരണം. അമ്മാവന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇപ്പൊ ആരുമില്ല. ഭാര്യയും 3 മക്കളുണ്ടായി. അവരൊക്കെ ഈ ഞാൻ കൃത്യമായിട്ട് വീട്ടിലെത്തിയില്ലും കാട്ടാനകൾ കൃത്യമായിട്ട് വീട്ടിലെത്തും. അപ്പൊ അവരുടെ ഈ കാട്ടാനയുടെ ശല്യം കാരണം ഇതേപോലുള്ള കുറെ ദൈവങ്ങളൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഓരോ മക്കളെയും ഓരോരോ കോടീശ്വരന്മാരുടെ വീട്ടിൽ ഞാൻ കൊണ്ടാക്കി പാർപ്പിച്ചു. ചെറിയ ആകാശദൂത് അടിക്കുന്നുണ്ട്, ചെറിയൊരു മണം. ചെറിയൊരു മണം അടിക്കുന്നുണ്ട് അതിന്റെ ആ കഥയുടെ ആകാശദൂത്. നമ്മൾ കണ്ടുപോയി, അതാ പറ്റിയത്. പിള്ളേരെ കാര്യം ആലോചിച്ചിട്ടാണോ? ആകാശദൂതിലെ മാധവിനെ പെട്ടെന്ന് ഓർമ്മ വന്നു എനിക്ക്. സമാധാനം ഉണ്ടാക്കാം. ചക്രമണി, നമുക്ക് നല്ല സൗകര്യത്തോടു കൂടി ഇദ്ദേഹത്തെ മാന്യമായിട്ട് കൊണ്ടുപോയി നമ്മുടെ വീട്ടില്. നമ്മുടെ ഗസ്റ്റ് അല്ലേ, ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. എനിക്ക് ദൈവത്തോടൊരു അപേക്ഷയുണ്ട്. എന്താ? വെറുതെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കുടിയേറി താമസിച്ച് കർഷക പ്രവൃത്തിയെ ജീവിക്കുന്ന ആൾക്കാരല്ലേ, എന്തെങ്കിലും ചെറിയ പണി ആവതുള്ള കാലം എന്തെങ്കിലും ചെറിയ പണികൾ ചെയ്ത് ജീവിക്കണം. ശരിയാ, വീട്ടില് വരണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗസ്റ്റ് അല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ജോലി അല്ല, എന്നെ ചെയ്യാൻ ഒരിക്കലും അങ്ങനെ ഒരു അതിഥിയായിട്ട് വീട്ടുകാരനായിട്ട് കണ്ടാൽ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ചെറിയ കരിയിലകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഷൂട്ട് കഴിയുമ്പം ഇതൊരു 3800 സ്ക്വയർ ഫീറ്റ് ഫ്ലോർ ആണ്, ഇതൊന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ടേക്കണം നമ്മുടെ, കേട്ടോ? അതൊന്ന് ചെയ്തേരും. പിന്നെ നമ്മുടെ മുറ്റത്ത് കുറെ കരിയിൽ കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് പെറുക്കി കളയാ, തോട്ടം ഒന്ന് വൃത്തിയാക്കുക. 4 ദിവസത്തെ ബേബിച്ചന്റെ ഉടുപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് ഡിറ്റർജന്റ് മുക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് കഴുകി ഉണക്കാൻ ഇട്ടാ മതി. പിന്നെ 1500 തേങ്ങ അടപ്പുണ്ടാവുന്ന വെട്ടി വെയിലത്ത് വെച്ച് വെളിച്ചെണ്ണ ആക്കി എടുക്കണം. ഒരു 5-6 പട്ടിക്കൂടെ ഉണ്ട്, അതും കൂടി അതിന്റെ കൂടെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ നല്ലതാ. 1 ഏക്കർ തെങ്ങിൻ തോപ്പുണ്ട്, തെങ്ങ് കയറാൻ അളക്കിട്ടിട്ടില്ല, അപ്പൊ അതൊന്ന് കയറി തേങ്ങ ഇടണം. അയ്യോ, അത് പറഞ്ഞപ്പോൾ നമ്മുടെ വാഴത്തോട്ടം 150 വാഴയുണ്ട്, അതിന്റെ തടം ഒന്ന് പൊട്ടി കുറച്ച് വളം ഇട്ട് പോകും. പിന്നെ അമൃതയുടെ ഒരു 1500 പാവാട അതെ അതെ, 20 ജോഡി ബേബിച്ചന്റെ ചെരുപ്പെടുത്ത് ഞാൻ പുറത്തിട്ടിട്ടുണ്ട്, അത് ചെറുതായിട്ടൊന്ന് പോളിഷ് ചെയ്ത് മിനിക്കാ മതി. ഒരു ലോഡ് വിറക് ഇറക്കിയിട്ടുണ്ട്, അതൊന്ന് വെട്ടിക്കൂട്ടി ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഒരു 10-12 വണ്ടി. എന്റെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ മുട്ടയാണ്, അതൊന്ന് സ്റ്റെപ്പിന് ഇട്ടിട്ടൊന്ന് മാറ്റിയിട്ടാൻ പറ്റുമെങ്കിൽ നന്നായി. കാരണം എന്റെ ഒരു 10-12 വണ്ടി ഉണ്ടല്ലോ. പിന്നെ മാറാലയും കൂടെ അടിക്കാനുണ്ടേ നമ്മുടെ വീടിന്റെ മാറാല. അല്ല, മാറാലടിക്കുന്ന അങ്ങനെ ചോദിക്കട്ടെ, ഇത്രയും ജോലി ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയല്ലേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ജോലി കഴിഞ്ഞിട്ട് മാറാല അടിച്ചാൽ മതി. അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് പുള്ളിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചേ ഉള്ളൂ, കുറച്ച് പരിപാടികളുണ്ട്. മനസ്സിലായി. ഇത്തിരി പണിയേ ഉള്ളൂ, മതി. വൈകുന്നേരം അമ്മക്ക് തീർത്താൽ മതി. അല്ല, ആള് ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യനെ ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ചേട്ടാ, ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ പോകുമ്പോ എന്റെ പെട്ടി ഒന്ന് കാറിലേക്ക് ഒന്ന് എടുത്ത് വെച്ച് തന്നാ, അങ്ങനത്തെ ചെറിയ ജോലി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ശരിക്കും ആ പെട്ടിക്കകത്ത് ആ കാറ് കയറും, അത്ര ഉണ്ട്. ഇതിനിടയിൽ ഉറങ്ങാനൊരു ഇത്തിരി സമയം. പണി തുടങ്ങിക്കോ. ഇപ്പൊ തുടങ്ങിയ ഒരാഴ്ച കൊണ്ട് തീർക്കാം. അവിടുത്തെ പണി അഭയം ചെയ്യട്ടെ, ഇവിടുത്തെ പണി ഞാൻ ചെയ്യാം. മൈ ജി ഫ്യൂച്ചർ ഫണ്ട് ബേബി ഫണ്ട് വെറുച്ചിരി സൂര്യക്കൊപ്പം കോ പ്രസന്റഡ് ബൈ സൺഫീസ് ബൗസസ്, കോ പവർഡ് ബൈ ക്യാമറി ഐസ്ക്രീംസ്, KSFE ഹാർമണി ചുട്ടികൾ, ഹെൽത്തി ഗ്രോസർ കായം, മിൽമ പ്യോർ റിഫ്രഷേഴ്സ്, ഫുഡ് പാർട്ണർ ഈസ്റ്റേൺ മാട്രിമോണി പാർട്ണർ M4marry.com, ടേസ്റ്റി പാർട്ണർ ചിക്കിംഗ്, ഹെൽത്ത് പാർട്ണർ സൺറൈസ് ഹോസ്പിറ്റൽ. ഒരു ചെറിയ ഇടവേള. മൈ ജി ഫ്യൂച്ചർ ഫണ്ട് ബേബി ഫണ്ടിൽ അടുത്തതായി പെർഫോം ചെയ്യാൻ എത്തുന്നു മെൽവിൻ. ഹായ് മെൽവിൻ, വെൽക്കം. മെൽവിൻ സ്റ്റാൻഡപ്പ് കണ്ടിട്ടുള്ള, അതായത് മെൽവിന്റെ മിമിക്രി ഞാൻ കണ്ടിട്ടില്ല. മെൽവിൻ, ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് മെൽവിൻ എന്തെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണ്ടിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം കാണിച്ച്. സ്പെഷ്യൽ അല്ല, മാസ്റ്റർ പീസ് ഐറ്റം കാണണം എനിക്ക്. ഓക്കെ, മാസ്റ്റർ പീസ്. ഇല്ല, ഞാന് ശശി കല്ലെങ്കിൽ സ്ഥാനത്തുണ്ട്. കർത്താവേ, മാമച്ചൻ ചാത്തോ എടോ, എന്തോടി നിന്നോട് ഞാൻ പച്ചത്തോട് ചുവന്ന പാട്ടി കെട്ടതോട് ഇന്നാണ് നോമ്പത്തെ തീർച്ചയായും കൊച്ചിൻ ചച്ചൻ സാബുവാണോ ബാബുവാണോ നിന്നറിയാം. വീട്ടിലപ്പം ഇതിന് താല്പര്യം എല്ലാരും ഇൻട്രസ്റ്റഡ് ആണോ? വീട്ടിലെന്ന് വെച്ചാല് അമ്മച്ചി സപ്പോർട്ടല്ല എങ്കിലും അതെ, നമ്മുടെ നാട്ടുകാരും കൂട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാ. അതെന്താ അമ്മച്ചി സപ്പോർട്ട് ചെയ്യാത്ത? അമ്മച്ചിക്ക് ഞാൻ ഈ പണിക്ക് വേണ്ടി നടക്കുന്നതാണ് ഈ സപ്പോർട്ടുള്ളൂ. അമ്മച്ചി പറഞ്ഞു ഇതുവരെ എന്ത് നാട്ടുകാരുണ്ട് പണിക്ക് പോയിക്കൂടെ. ശരിക്കും എന്ത് പണിക്കാണ് മെൽവിൻ പോണത്? ഞാൻ ഇലക്ട്രീഷ്യനാണ്. എന്റെ വീടിനടുത്തുള്ള ഒരു ചേക്കപ്പേടന്റെ വീട് പണി നടക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടുന്ന് റെസിഡൻസ് ക്ലബ്ബ് കുറച്ചുപേരൂടെ ടൂർ പോയി ഡൽഹിയിൽ ആഗ്രയിലാണ് പോയത്.
അന്ന് ഞങ്ങളപ്പോ പുള്ളിയുടെ വീട് പണി നടക്കുന്ന സമയമാണ്. പുള്ളി ഞങ്ങളെല്ലാം താജ്മഹൽ ഇങ്ങനെ കണ്ട് തിരിച്ചിറങ്ങി ബസ്സിൽ കയറിയിട്ട് എല്ലാവരും താജ്മഹലിനെ പറ്റി ഇങ്ങനെ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ ജേക്കബേട്ടൻ പറയുക, സംഗതിയൊക്കെ കൊള്ളാം, താജ്മഹലൊക്കെ കൊള്ളാം, പക്ഷെ പുള്ളി ആ സ്റ്റെയർ കേസിന്റെ അടിയിലൊക്കെ ഒരുപാട് സ്ഥലം വേസ്റ്റ് ആക്കിയിട്ടുണ്ട്, അവിടെയൊക്കെ ഒരു കബോർഡ് അടിക്കായിരുന്നു. താജ്മഹലിലെ ഒരു കബോർഡ് സ്റ്റെയർ കേസിന്റെ അടിയിൽ ചെരുപ്പൊക്കെ വെക്കാമല്ലോ, വീട് പണിയുടെ ആധിക്യമായിട്ട്. എടാ നീ കറണ്ടിന്റെ ആളല്ലേ, കറണ്ട് അഫയേഴ്സ് വെച്ചിട്ട് ഒരു ഉഗ്ര സാധനം ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ. ഹലോ ഹായ്, ഞാൻ മെൽബിൻ മാനുവൽ. ഞാനൊരു സിനിമാ മോഹിയാണ്, സിനിമാ പ്രാന്തനാണ്. ഞങ്ങളെപ്പോൾ സിനിമാ പ്രാന്തന്മാർ ഏറ്റവും കേൾക്കുന്ന ഒരു ക്ലീശേ ഡയലോഗ് ഉണ്ട്, നിനക്കൊന്നും വേറെ പണിയില്ലടാ സിനിമക്കാരുടെ പുറകെ പോവാൻ. പക്ഷേ ഞാൻ പോച്ചോട്ടെ, ഇപ്പോ മലയാള സിനിമയിലുള്ള താരങ്ങളും സംവിധായകരൊക്കെ വേറെ ഒരു പണിയും കിട്ടാത്തോണ്ടാണ് ആ പണിക്ക് പോയത്. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ചിന്തിച്ച്, നമ്മുടെ സിനിമാ താരങ്ങളൊക്കെ സിനിമയിൽ വന്നതിന് പകരം വേറെ ഏതെങ്കിലും ജോലി മേഖലകളാണ് ചെയ്തെങ്കിൽ എന്തൊക്കെ ജോലികളായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ മോഹൻലാൽ സാറിന് തുടങ്ങാം. ലാലേട്ടന് ഏറ്റവും പറ്റിയ പണി ബിവറേജിൽ ബില്ലടിക്കല. കാരണം കേട്ടില്ലേ, മോഹൻലാൽ സാറിന്റെ വിരലുകൾ വരെ നന്നായിട്ട് അഭിനയിക്കും, പണിയെടുക്കും. അപ്പൊ ആ പെട്ടെന്ന് പുള്ളി ബില്ലടിച്ചോളും. അത് മാത്രമല്ല, ബിവറേജിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനെ മോനെ എന്താടാ വേണ്ടേ എന്ന് സ്നേഹത്തോടെ ചോദിക്കുന്ന ഓരോ ജീവനക്കാരൻ അദ്ദേഹം മാത്രമായിരിക്കും. പിന്നെ ഈ ബിവറേജ് ജോലി പോരാ, പുള്ളിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെങ്കിൽ പുള്ളിക്ക് ഏറ്റവും നല്ലത് ഈ കോടിമുണ്ടിന്റെ ബിസിനസ്സാണ്. അതാകുമ്പോ കട തുറക്കുന്ന അന്ന് തന്നെ 100 കോടിയും 200 കോടിയും ഉറപ്പായിട്ടും പോകും. മമ്മൂക്കക്ക് ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലായിരിക്കും ജോലി. കാരണം കംപ്ലീറ്റ് മമ്മൂട്ടി പണിയുന്ന വർക്കൊക്കെ എല്ലാം ഷോറൂം കണ്ടീഷൻ ആവുമെങ്കിലും ആ വണ്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം വണ്ടി മുമ്പോട്ട് പോകില്ല, പുറകോട്ട് മാത്രമേ പോവുള്ളൂ. കാരണം പുള്ളി ഏജിൻ റിവേഴ്സ് ഗിയർ ആണല്ലോ. പിന്നെ നമ്മുടെ ദുൽഖർ ആണെങ്കിൽ നാഷണൽ പെർമിറ്റ് ലോറി മാത്രമേ ചെയ്യുള്ളൂ. പുള്ളി പാൻ ഇന്ത്യൻ ആക്ടർ ആണല്ലോ. പിന്നെ നമ്മുടെ രമേശ് ചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ, രമേശ് ചേട്ടൻ ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഊഹം വെച്ച് ഞാൻ പറയാം, അദ്ദേഹം ഈ കൊച്ചു പുസ്തകങ്ങൾ എഴുതുന്ന, അതായത് കൊച്ചുങ്ങൾക്കുള്ള പുസ്തകങ്ങളെ, അതായത് കുട്ടിക്കുടുക്ക, കുട്ടിരമ, ഇതൊക്കെ എഴുതുന്ന ആളായിരിക്കും. കാരണം കഥകൾക്ക് ഇവിടെ ഒരു ക്ഷാമവും ഇല്ലല്ലോ. പക്ഷെ എന്നാലും രമേശ് ചേട്ടന് ഫുൾ ടൈം എഴുതാൻ നിൽക്കാൻ പറ്റൂല. കാരണം രമേശ് ചേട്ടൻ കൂടുതൽ സമയം ഞാൻ നേരത്തെ പറഞ്ഞ മമ്മൂക്കയുടെ വർക്ക്ഷോപ്പിലായിരിക്കും. പിന്നെ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ, അദ്ദേഹത്തിന് ഏറ്റവും പറ്റിയത് ഈ സീലിംഗിന്റെ വർക്കാണ്. അതാകുമ്പോ സീലിംഗ് ബോർഡ് പുള്ളി തന്നെ ഇങ്ങനെ അങ്ങോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ ഡ്രില്ല് ചെയ്യും. നമ്മുടെ ലാൽ സാറ്, സിദ്ദിഖ് ലാലട്ട മറ്റേ സംവിധായകൻ, അദ്ദേഹത്തിന് റെയിൽവേയിൽ അനൗൺസ്മെന്റ് ചെയ്യുന്ന ജോലിയായിരിക്കും ഏറ്റവും നല്ലത്. പുള്ളി അനൗൺസ്മെന്റ് ഇങ്ങനെ ആയിരിക്കും. ആർക്കും ഒരു മനുഷ്യനൊന്നും മനസ്സിലായില്ലെങ്കിലും റെയിൽവേക്ക് ഗുണം ചെയ്യും. കാരണം ട്രെയിൻ താമസിച്ചാലും ആർക്കും മനസ്സിലാവില്ല, പുള്ളി പറഞ്ഞ സമയം കിട്ടിയിട്ടില്ലല്ലോ. നമ്മുടെ ചാക്കോച്ചൻ, അഥവാ കുഞ്ചാക്കോ ബോബൻ, അദ്ദേഹത്തെ എപ്പോഴും ഒരു കോൾഡ് സ്റ്റോറേജിലോ അല്ലെങ്കിൽ ഒരു ബേക്കറിയിലെ ഒരു ഷെൽഫിലോ ഒക്കെ പണി കൊടുക്കാൻ നല്ലത്. അല്ലെങ്കിൽ പുള്ളിന് ഉറുമ്പരിക്കും, പുള്ളി ചോക്ലേറ്റ് ബോയ് ആണല്ലോ. പിന്നെ ഇവിടെ ആസിഫ് അലിക്ക് ഉറപ്പായിട്ടും KSCB-ലായിരിക്കും ജോലി കിട്ടണം. കാരണം അവർക്ക് വേണ്ടത് ആര് ഫോൺ വിളിച്ചാലും ഫോൺ എടുക്കാത്ത ആളെയാണ്. പിന്നെ നമ്മുടെ ദേൻ ശ്രീനിവാസൻ ഉണ്ടല്ലോ, ദേൻ ശ്രീനിവാസന് ഉറപ്പാണ് ട്രഷറിയിൽ ജോലി കൊടുത്ത പാവങ്ങൾക്ക് കൃത്യമായിട്ട് മാസം മാസം പെൻഷൻ കിട്ടും. കാരണം പുള്ളിയുടെ സിനിമ അങ്ങനെയല്ല, ഒരു കാര്യം ഇല്ലെങ്കിൽ മാസം മാസം ഓരോന്നും അങ്ങോട്ട് കയറ്റി വിടും. പിന്നെ നമ്മുടെ സംവിധായകന്മാരെ നമുക്ക് നോക്കാം. പ്രിയദർശൻ സാറ്, അദ്ദേഹത്തിന് ഒരു വീടിന്റെ പെയിന്റിംഗ് വർക്ക് കൊടുത്ത സംഭവം വിദേശ മാതൃകയിലുള്ള വീടാണെങ്കിലും സംഭവം കളർഫുൾ ആയിരിക്കും. നമ്മുടെ ലിജോ ജോസ് പള്ളിശ്ശേരി, ഇദ്ദേഹം ആണെങ്കിൽ ജോസ് പള്ളിശ്ശേരി ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ താമസിക്കാൻ പറ്റൂല, ഒരു 10 വർഷം കഴിഞ്ഞേ താമസിക്കാൻ പറ്റുള്ളൂ. കാരണം പുള്ളി ഉണ്ടാക്കണ എല്ലാം അങ്ങനെ 10 വർഷം കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ എന്തിനാണ് ഇത് പിടിച്ച് ഇപ്പൊ ഉണ്ടാക്കി വെക്കണം എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അവസാനമായിട്ട് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ, അദ്ദേഹം നമ്മുടെ ഒപ്പം ഇല്ല, പക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം രാഷ്ട്രീയത്തിൽ കയറിയെന്നെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ കേരളത്തിൽ പിന്നെ ഒരു മനുഷ്യനും പട്ടിണി കിടക്കൂല. അല്ല, ഞാനിപ്പോ നിങ്ങൾ ഓർക്കേണ്ട സിനിമാടന്മാർക്കല്ലേക്ക് ഞാൻ പണി കൊടുത്ത് എനിക്കെന്താ പണി ഇതല്ലേ? എന്റെ പണി ഇതാണ്, കണ്ടവരെ കുറ്റം പറഞ്ഞ് വെറുതെ ഇങ്ങനെ നടക്കുക. അങ്ങനെ താങ്ക് യു. ഓക്കെ രമേശ്
ചേട്ടാ എടാ മെൽവിനെ നന്നായിടാ, നല്ല രസമുണ്ടായിരുന്നു. കാരണം നീ സാധാരണ പിടിച്ചോണ്ടിരുന്ന വിഷയം, നീ ഒരു വിഷയം പിടിച്ചിട്ട് ഇത്രയും പേർക്ക് ഇത്രയും പണികൾ രസമുള്ളതായിട്ട് കാണിച്ചല്ലോ. അത് ഇത് ചെയ്യുന്ന ആൾക്കാർ കണ്ടാൽ പോലും അവർക്ക് രസം തോന്നുന്ന രീതിയിൽ അത് ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു, നല്ല കൺസെപ്റ്റ് ആയിരുന്നു, എല്ലാം കൊണ്ടും ഗംഭീരമായി കേട്ടോ. താങ്ക് യു സാർ. അതിഥി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വളരെ ഷോർട്ട് ആൻഡ് പക്ഷെ നല്ല രസമായിട്ടാണ് ചെയ്തത്. എനിക്ക് എല്ലാവരും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇപ്പം മമ്മൂക്കയുടെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനും പെട്ടെന്ന് വിചാരിച്ചത് അതൊക്കെയാണ്. പക്ഷെ അതല്ലാതെ പറഞ്ഞത് പുതിയത് കൊണ്ടുവന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു എല്ലാം. പക്ഷെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നല്ല നിരവധി സ്റ്റേജുകളിൽ ഇനിയും അവതരിപ്പിക്കാം. താങ്ക് യു സാർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലോട്ട് പോവാം. മൈ ജി ഫ്യൂച്ചർ മൈ ഇൻസ്പിറേഷണൽ സ്റ്റോറി. ഇപ്പോ എനിക്ക് ഇദ്ദേഹം തന്ന ജോലി ഉണ്ടല്ലോ, ജോലി പറഞ്ഞത് കഥകളുടെ എഴുത്താണ്. ഇന്നത്തെ ഈ ഇൻസ്പിറേഷൻ സ്റ്റോറിയിൽ ഞാൻ അങ്ങനെ ഒരാളെ പറ്റിയാണ് പറയുന്നത്. സ്ത്രീയാണ്, JK റൗളിംഗ് എന്നാണ് അവരുടെ പേര്. സ്കോട്ട്ലൻഡിലാണ്. അവരൊരു സിംഗിൾ മദർ ആയിരുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചു മരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ വളർത്തണം. അപ്പൊ അതിനുവേണ്ടി പല പല വീട്ടുജോലികൾ ചെയ്യുക, പല പല ചായക്കടകളിൽ പോയിട്ട് കുട്ടീനെ സൈഡിൽ കടയിലിരുത്തി ഉറക്കിയിട്ട് ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് ആ കടകളിൽ ഇരുന്നു കൊണ്ട് ബുക്കുകൾ പലതവണ എഴുതി. അങ്ങനെ ഒരു കഥ, ഒരു മാന്ത്രികനായ ഒരു കുട്ടിയുടെ കഥ ഈ JK റൗളിംഗ് എഴുതി. അത് എഴുതിയ ശേഷം പല പബ്ലിഷേഴ്സിനെ കൊണ്ട് കാണിച്ചു. അപ്പൊക്കെ പറഞ്ഞു ഇവിടെ ഈ സൂപ്പർ ഹീറോസും അതും ഇതൊക്കെ മാഗസീൻസും കോമിക്സും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഇതിനൊരു സ്കോപ്പ് ഇല്ല എന്ന് പറഞ്ഞ് എത്രയോ ഒരു 12ഓളം പബ്ലിഷേഴ്സ് ആ ബുക്ക് തള്ളിക്കളഞ്ഞു. പക്ഷെ ഇവര് തളർന്നില്ല. ഇവര് വീണ്ടും മുന്നിലേക്ക് പോയി 1990കളുടെ പകുതിയില് ബ്ലൂംസ്ബെറി പബ്ലിക്കേഷൻ എന്ന് പറയുന്ന UK ഒരു പബ്ലിക്കേഷൻസ് ഇവരുടെ ഈ ബുക്ക് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ട് മില്യൺ കണക്കിന് കോപ്പികൾ ആ ബുക്ക് വിറ്റുപോയ ആ ബുക്ക് പിന്നീട് 3, 4, 5 പാർട്ടുകളുള്ള സിനിമകളായി മാറി. ആ സിനിമകൾ ഇപ്പോഴും കുട്ടികൾക്ക് ഇഷ്ടമാണ്. അന്ന് അവരെഴുതിയ ആ കഥാപാത്രമാണ് ഹാരി പോട്ടർ എന്ന് പറയുന്ന കഥാപാത്രമായിട്ടുള്ള JK റൗളിംഗിന്റെ കഥാപാത്രം. അപ്പൊ ഇതൊന്നും നമുക്ക് കാണുന്നത് ഇവർ ഈ 12 തവണയോളം അല്ലെ പലരും നിരസിക്കപ്പെട്ടപ്പോഴും അവരെഴുതിയ കഥയിൽ, അവരെഴുതിയ കഥാപാത്രത്തിൽ അവർക്കൊരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ വിശ്വാസം കളഞ്ഞ് അവരതെടുത്ത് മാറ്റി വെച്ചിരുന്നെങ്കിലോ അലമാറി വെച്ചിരുന്നെങ്കിലോ ഇങ്ങനെ ഒരു ക്യാരക്ടർ, ഇത്രയും വലിയൊരു ഫ്രാഞ്ചൈസി, ഇത്രയും കോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന ഒരു ക്യാരക്ടർ ഒന്നും ഉണ്ടാകില്ലായിരുന്നു. അപ്പോ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഏത് കലാകാരനും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സൂപ്പർ, താങ്ക് യു ഏട്ടാ. മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫൺ വെരു ചിരി സൂര്യക്കൊപ്പം കോ പ്രസന്റഡ് ബൈ സൺഫീസ് ബൗസസ്, കോ പവർഡ് ബൈ ക്യാമറി ഐസ്ക്രീംസ്, KSF ഹാർമണി ചുട്ടികൾ, ഹെൽത്തി ഗ്രോസർ കായം, മിൽമ പ്യൂർ റിഫ്രഷേഴ്സ്, ഫുഡ് പാർട്ണർ ഈസ്റ്റേൺ മാട്രിമോണി പാർട്ണർ M4Marry.com, ടേസ്റ്റി പാർട്ണർ ചിക്കിംഗ്, ഹെൽത്ത് പാർട്ണർ സൺറൈസ് ഹോസ്പിറ്റൽസ്. ഒരു ചെറിയ ബ്രേക്ക്. ആര് ചേച്ചി? നമ്മുടെ വീട്ടിൽ വന്ന് അഭയാർത്ഥിയായിട്ട് വന്നില്ലേ? അഭയ എവിടെ? അഭയ അല്ല, അഭയൻ. പുള്ളി അടിപൊളിയാ. ആ കേട്ടോ രമേശേട്ടാ, സകല പണിയെടുക്കും അതിഥി. എന്താ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാം ചെയ്യണോന്നറിയോ? അടിപൊളി നല്ല. നമ്മളെടുത്ത തീരുമാനം വളരെ ശരിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സത്യം കേട്ടോ. പക്ഷെ അവനെ ഇല്ലാത്ത പള്ളിക്ക് കപ്പ്യാരാവണ്ടോന്നൊരു സംശയമുണ്ട്. ഇത്തിരി അധികാരം കാണിക്കേണ്ട ആള്. അല്ല അമ്മച്ചി എല്ലാത്തിനും അതൊക്കെ മര്യാദയ്ക്ക് അത് അടക്കിയും പടക്കിയൊക്കെ വെക്കേ. വെറുതെ ഒരു ഇഞ്ചക്ഷൻ മാത്രം ചെയ്ത് വെറുതെ 2 ഗുളിക എടുത്ത് കൊടുത്ത് ഈ മാസം ശമ്പളം മേടിക്കണല്ലേ? പിന്നെ ബേബി ദൈവമേ, ഒറ്റ കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് നമ്മൾ ഈ വളറിന്റെ സാധനം വളർത്തോണ്ടോടത്ത വളർത്താൻ പാടുള്ളൂ അല്ലേ സാറേ? എനിക്ക് വേറെ ഒന്നും ഉണ്ടല്ല, ഞാൻ ഈ കാട്ടാനകൾ പോലും പേടിക്കുന്ന സ്ഥലത്തുനിന്ന് എന്നെ ഇത്രയും സൗഭാഗ്യത്തിൽ കൊണ്ടിരുത്തി സംഗതി താമസിക്കുന്നിടത്തൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട്. AC ഉണ്ട്, 4ാം നിലയാണ്, നല്ല കാറ്റ്, എല്ലാ സൗകര്യമുണ്ട്, എല്ലാം. പക്ഷേ അവിടെ താഴേന്ന് ഒരു ഫാഷൻ ഫ്രൂട്ട് ഇങ്ങോട്ട് നേരെ വന്ന് പടർന്ന് വന്ന് രസം നല്ല ഒരു കാട് പോലെ അതിലൊരു മഞ്ഞപ്പാമ്പും. അതിനെ തല്ലിക്കൊന്നില്ല. ആ ഫാഷൻ ഫ്രൂട്ടിന്റെ കട വെട്ടാൻ ഞാൻ ചക്രവാണി ഏൽപ്പിച്ചിട്ടുണ്ട്. വെട്ടാ ഏൽപ്പിച്ചിട്ടുണ്ട്. വെട്ടിയോന്ന് എനിക്കറിയാം, പോയി നോക്കിട്ട് വരാം. എന്റെ പൊടിച്ചേട്ടാ, നിങ്ങളത് എന്തറിഞ്ഞിട്ടാണ്? രമേശേട്ടാ വീട് വെച്ച സമയത്ത്
ഞാനും എന്റെ ബേബി ചാനും കൂടെ ഒരുമിച്ച് നട്ട പാഷൻ ഫ്രൂട്ട് എത്ര വർഷം എടുത്തിട്ടാണ് അത് അത്രയും ഫുള്ള് പടർന്ന് പന്തളിച്ച് അത് ഞങ്ങളുടെ ഒരു വാള് ഫുള്ള് അങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ അതൊരു ഡിസൈൻ പോലെ ഞാൻ set ചെയ്തെടുത്ത് കേട്ടിട്ടുണ്ടല്ലോ ആര്യയുടെ ഫാഷൻ സെൻസിനെ പറ്റി എല്ലാവർക്കും അറിയാം. അങ്ങനെ വെച്ച ഫാഷൻ ഫ്രൂട്ട് അതിൽ നിന്ന് 2 ഫാഷൻ ഫ്രൂട്ട് എടുത്തിട്ട് ഡെയിലി കഴിച്ചിട്ടിരിക്കുക. എന്റെ ദൈവത്തിന്റെ ഭാര്യ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഫാഷൻ ഫ്രൂട്ടിൽ നിന്ന് ജ്യൂസ് കഴിച്ച് ശരീരം തടിപ്പിക്കണതാണോ നല്ലത്, അതിന്റെ പാമ്പ് കടിയേറ്റ് ചാവണതാണോ നല്ലത്? നമ്മൾ മനുഷ്യത്വത്തോടെ ചിന്തിക്കണം, മനസ്സിലായില്ലേ? അത് മാത്രല്ല കട വെട്ടി പാഷൻ ഫ്രൂട്ടിന്റെ കട വെട്ടിയിട്ടുണ്ട്. വാഴയ്ക്ക് വളോട്ടോ? വാഴയ്ക്ക് വളം ഞങ്ങളോടൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നോ? ഏത് പാഷൻ ഫ്രൂട്ടിന്റെ കട വെട്ടിയതാ? അത് വെട്ടിയില്ലെങ്കിൽ ഇയാളെന്റെ തല വെട്ടിയാനെ. അതെ, ഇയാള് മാനേജർ എന്നും പറഞ്ഞ് വെറുതെ അങ്ങോട്ട് നടക്കണതല്ലാതെ മാസ ശമ്പളം എണ്ണി കൊടുക്കണതല്ലേ? ഞാൻ പറഞ്ഞല്ലേ, എന്തെങ്കിലും പണിയെടുത്ത് തന്നെ മനുഷ്യർ ജീവിക്കണം. വളമിട്ടില്ലേ? വളമിട്ടു. ഇവിടെ വാഴ മാത്രമേ ഉള്ളൂ. തെങ്ങുണ്ടല്ലോ, കവുങ്ങുണ്ടല്ലോ. ഉണ്ട്. അക്കലും പോയി വളയിട്ടുണ്ടോ? അല്ല, എനിക്ക് കണക്ക് നോക്കാനുണ്ട് കമ്പനി. നീ ഇവിടെ എന്തെല്ലാം പണിയെടുക്കുന്നുണ്ട്, എന്തെല്ലാം കണക്ക് നോക്കുന്നുണ്ട്, കണക്ക് ഞാൻ നോക്കുന്നുണ്ട്. കണക്കിന്റെ കണക്കൊക്കെ വൈകുന്നേരം ഒരു കസേര ബിൽ നോക്കാവുന്നുള്ളൂ. ഇപ്പൊ പോയി തെങ്ങിന് വളം ഇട്ടിട്ട് ഓടിച്ചിട്ട് നമ്മുടെ പൂന്തോട്ടത്തില് പുഴുവോട്ടം അവതരം പറഞ്ഞറിയില്ലേ? ഇയാൾ ആ പൂന്തോട്ടം മുഴുവൻ വെട്ടിക്കളയുമല്ലോ. വെട്ടിട്ട് വരാൻ പണി. അതെ, എന്നെ കൊണ്ടൊരു പണി എടുപ്പിക്കണില്ല കേട്ടാ. അതിന് നിനക്ക് ഇവിടെ എന്നാ പണി? സിറിഞ്ച് തുടച്ചു വെക്കാ, പഞ്ഞ് കഴുകി വെക്കാ, അതല്ലേ ഉള്ളു. അതെ, അതൊന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണില്ല. ഉള്ള പട്ടിക്കൂടെല്ലാം കഴിപ്പിച്ച് അവിടെ കിടക്കണ വിറകെല്ലാം എന്നെ കൊണ്ട് വെട്ടിച്ച് എന്റെ നടുമ്പുറൊക്കെ പോയി. എന്റെ പൊന്നു മോളെ, എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കണം. ഏത് നേരം പണി ചെയ്തുകൊണ്ടിരിക്കണം, മനസ്സിലായില്ലേ? നീ എന്തെങ്കിലും പോയി പണിയെടുത്തുണ്ടോ? അവിടെ നിന്ന് ആ കിടക്കൊക്കെ വിരിച്ച് മര്യാദയ്ക്ക് ഇട്ടിട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, വളരേണ്ട സാധനം വളരണ്ടോടത്ത് വളരണം. അതിഥി രവി, ചക്ക വറുത്തത് മോൾക്ക് ഇഷ്ടമാണോ? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ മലയാളികൾക്കും ഇഷ്ടമാണെന്നറിയാം. അപ്പൊ ഒരു 4 ചക്ക അവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് നല്ലോണം കട്ട് ചെയ്ത് അതൊക്കെ ഒന്ന് ശരിക്കും നുറുക്കി ഇത്തിരി മഞ്ഞപ്പൊടിയൊക്കെ തിരിക്കും. ആ കൊച്ചിനും കൂട്ടിക്കോട്ടോ. പിന്നെ വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഒരു ജഡ്ജ് പറയലും അതുപോലെ 2 ആൾക്കാരെ ക്ഷണിച്ച് അങ്ങനെ കാശ് മേടിച്ചോണ്ട് പോയിട്ടില്ല. എന്തെങ്കിലും പണിയൊക്കെ എടുത്ത് ജീവിക്കാൻ ബേബി ദൈവമേ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ വളരേണ്ട സാധനം വളരേണ്ടടുത്ത് വളരാവും. ഞാൻ നിങ്ങളുടെ അടുക്കളയിലും നിങ്ങളുടെ സിറ്റ് ഔട്ടിലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിസിറ്റിംഗ് ഹാളിലൊക്കെ ഒന്ന് ചെറുതൊന്നിട്ടൊന്ന് വിസിറ്റ് ചെയ്യും. അപ്പൊ അവിടെ ഒരു 3-4 പൂച്ചകള് മുടിയൊക്കെ ഇതിങ്ങനെ, ചെവിയൊക്കെ ഇതിങ്ങനെ കിടന്ന്, വാലൊക്കെ ഇതിങ്ങനെ ഇരിക്കണം. ഒക്കെ ഇതിന് കുടുക്കിട്ട് പിടിച്ച് ഞാൻ ഒരു ചാക്കിലാക്കി മുനിസിപ്പാലിറ്റി വണ്ടി കയറ്റി വിട്ടുണ്ട്. പിന്നല്ലോ എന്റെ പൊന്നതിഥി, എത്ര ലക്ഷം രൂപയുടെ പൂച്ചയാണെന്നറിയോ? പേർഷ്യൻ ഡോൾ ഫേസ്. ഇവിടെ എങ്ങും കിട്ടാഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത 3 പൂച്ച. എന്റെ സ്വീറ്റി, കാൻഡി, മിന്റി. എന്നെക്കാട്ട് ഇഷ്ടം നോക്കാൻ പൂച്ചകളാ. ബേബി ദൈവമേ, എത്ര ലക്ഷം രൂപയുടെ ആണെങ്കിലും പൂച്ച തന്നെയല്ലേ? അതിനൊക്കെ വളർത്തണ്ടോടത്ത് വളർത്തണം, മനസ്സിലായില്ലേ? ഓരോന്നിനും ഓരോ ഇടമുണ്ട്. ഇപ്പോ ഷരടി സ്കറുണ്ട്, കഥകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ വണ്ടി ഓടിക്കാൻ അറിയോ? ഇല്ല. അത് ഓടിച്ച് പഠിക്കേണ്ടതാണ്. പഠിച്ചോളാം. കാരണം വേറെ എനിക്ക് ജോലിയുണ്ട്. ഒരുപാട് മാർക്കറ്റില് ഭയങ്കര പണിയല്ലേ. എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് മലയുടെ മുകളിൽ പോയിട്ട് താഴേക്ക് ഇടുന്നൊന്നുമല്ല, അവിടെ നിന്ന് വെറുതെ ഇടുന്നല്ലേ. ശ്രദ്ധിക്കണം. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഈ ദൈവത്തിന്റെ വണ്ടിയൊക്കെ ഒന്ന് ഓടിക്കാൻ പഠിച്ചാൽ ഈ തന്നെ കാശിനൊരു മുതല് നമുക്ക് ഉണ്ടാവും, മനസ്സിലായില്ലേ? അതുകൊണ്ടാ പറഞ്ഞ മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, ആരായാലും എപ്പോഴായാലും വെറുതെ ഇരിക്കുന്ന കാര്യം നല്ലതല്ല. എന്തെങ്കിലും പണികൾ എടുത്തോണ്ടിരിക്കണം. പ്രത്യേകിച്ച് ആര്യദൈവം, പ്രത്യേകിച്ച് ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വെറുതെ കുറെ ഫ്രൂട്ട്സ് നിന്ന് കുറെ നട്ട്സ് നിന്ന് വെറുതെ ഇരിക്കാനല്ല വേണ്ടേ. എല്ലാ ചൂലൊക്കെ എടുത്ത് ഇവിടെ ഒന്ന് കുനിഞ്ഞും ഒന്നും അടിച്ചാൽ അതൊരു എക്സർസൈസ് ആവും. സുഖപ്രസവത്തിന് അത് ഏറ്റവും നല്ലതാ, മനസ്സിലായില്ലേ? അപ്പോ ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നേക്കാം, ചെലവും കുറയ്ക്കാൻ നമ്മൾ പഠിക്കണം, മനസ്സിലായ? കിട്ടുന്ന കാശ് വാരിക്കൊരു ചെലവാക്കല്ല. ആ കൊച്ചു നിൽക്കുന്നിടത്തും വിഷാരടി ഇരിക്കുന്നിടത്തും അവിടെ മാത്രം 2 ലൈറ്റ് മതി. അവരിയ്ക്കുന്നിടത്തൊന്നും വലിയ ലൈറ്റിന്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ല. ഇതൊക്കെ എല്ലാം ഓഫ് ചെയ്യുക. ഞാൻ ആ ചക്രപാണിക്ക് ഒരു പണിയും കൂടി കൊടുത്തിട്ട് വേഗം വരാം കേട്ടോ. കിടന്നത് എടുത്തിട്ട്. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ചെറിയ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ബേബി സാർ ഒന്നും സമ്മതിക്കുകയില്ല. ഇപ്പൊ അഭയാർത്ഥിയാണെന്നും പറഞ്ഞ് ഒരുത്തം വന്ന് കയറി അവന് മുറി കയറി താമസിക്കാൻ കൊടുത്തിട്ട് അവൻ അമൃതനെ, അതിഥീനെ, എന്നെ ഉൾപ്പെടെ എല്ലാരും എത്ര പറയുന്നത്. ഇത് എന്തിനാ നമ്മൾ കേട്ടിരിക്കണേ? എന്തിനാ അനുഭവിക്കടി? അമ്മച്ചി പോലെ ഇത് എന്ത് കഷ്ടമാണത്. അനുഭവിക്കട്ടെ, അവളെ അനുഭവിക്കട്ടെ. അങ്ങനെ വിടാൻ പറ്റൂല. അവനെ വിടാൻ പറ്റാത്ത നിങ്ങളുടെ എന്ത് ലോകം അവനുമായിട്ട് നിങ്ങൾക്ക് ഉള്ളത്? എന്റെ പൊന്നു രമേശ് ഏട്ടാ, പുള്ളീനെ നമ്മൾ ഇവിടെ അഭയാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുകയാണെന്ന് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തല്ലോ. അത് എത്രയോ സെലിബ്രിറ്റീസ് റീഷെയർ ചെയ്ത് ഇപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര പബ്ലിസിറ്റി, പോപ്പുലാരിറ്റി ആണെന്നേ. ബേബിച്ചൻ ചെയ്യുന്ന സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എന്തൊരു സപ്പോർട്ടാ. ഞാൻ കണ്ട് മഞ്ജു വാര്യർ അവരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. വൈറൽ അല്ലേ സംഗതി? ദ കൈൻഡ്നെസ് ഓഫ് ബേബി എന്നൊക്കെ പറഞ്ഞ് അത്
പിന്നെ കയറ്റിയതാ. ഇതാന്ന് ഇതിപ്പോ ഇയാളെ ഇപ്പൊ നമ്മൾ ഇറക്കി വിട്ട് കഴിഞ്ഞ് ഇയാളെങ്ങാനും കയറി വേറെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നാറൂലേ? അങ്ങനെ വിടാൻ പറ്റില്ല. ഇത് ആവശ്യമില്ലാത്തൊരു ലോക്കായി. നിങ്ങളെ ചെറിയ ഈ സോഷ്യൽ മീഡിയ വൈറൽ ആവുന്നതിന് വേണ്ടി അവനെ സഹിക്കേണ്ട കാര്യം. അതിന് ഒരു തീരുമാനം എടുക്കണം. അത് പതുക്കെ എടുക്കാൻ പറ്റുള്ളൂ. സൂക്ഷിക്കേണ്ട ആലോചിച്ചൊരു തീരുമാനം എടുക്കേണ്ടി വരും രമേശ് ചേട്ടാ. ബേബി ദൈവം ആ AC-യുടെ റിമോട്ട് എന്ത് അവിടെ നോക്കിയിട്ട് കാണാനില്ലെന്ന്. അവിടെ വല്ലയിടത്തുണ്ടാവും. അവിടെ വല്ലയിടത്തും മനുഷ്യന്. അതാണ് പ്രശ്നം. അയാളുടെ പെർഫോമൻസ് നമുക്ക് സഹിക്കുന്നില്ല. പക്ഷെ നമുക്കൊരു സ്റ്റാൻഡപ്പ് പെർഫോമൻസ് കാണാം. മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണിൽ അടുത്തതായി സ്റ്റാൻഡപ്പ് പെർഫോം ചെയ്യാൻ എത്തുന്നു ഗംഗ. ഹായ് ഗംഗ, വെൽക്കം. മഞ്ഞുടുപ്പും ഹെയർ ബാൻഡ് ഒക്കെ വെച്ച് ഒരു മഞ്ഞക്കളിയെ പോലെ ഉണ്ടല്ലേ കാണാൻ. മാത്രല്ല ഗംഗയ്ക്ക് സ്റ്റേറ്റ് പിടുത്തം കിട്ടാത്ത മുഖമാ. ഗംഗ മലയാളിയാണെന്ന് പറഞ്ഞാലും തമിഴാണെന്ന് പറഞ്ഞാലും കർണാടകയാണെന്ന് പറഞ്ഞാലും ആന്ധ്ര പറഞ്ഞാലും ഒക്കെ ഒരു ഈവൻ നോർത്ത് സ്റ്റേറ്റുകൾ പലത് പറഞ്ഞാലും ഒക്കെ മനസ്സിലാകുന്ന ഒരു മുഖമാണ് ഗംഗയ്ക്ക്. സ്റ്റേറ്റ് പിടുത്തം അതിന് അതിന്റെ തരം വേഷങ്ങളൊക്കെ ഗംഗ ഇടുന്നൊരു പിടുത്തം തരുന്ന വേഷം പാൻ ഇന്ത്യൻ ഗംഗ. പാൻ ഇന്ത്യൻ ഗംഗ. ഗംഗയുടെ കരിയർ ഡ്രീം എന്താ? ഇങ്ങനെ പോണം അത്രേ ഉള്ളൂ. അല്ല മീൻ എന്താവാനാണ് ആഗ്രഹം? ഞാൻ MSW സ്റ്റുഡന്റ് ആണ്. ഒരു സോഷ്യൽ വർക്കർ ആവണം. ഈ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു NGO ഒക്കെ തുടങ്ങണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ. അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. പിഷാരടി ചേട്ടാ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്ന ആരാന്നറിയാവോ? സ്റ്റാൻഡപ്പ് പറഞ്ഞിട്ടാണെങ്കിൽ അത് ഞാനായിരിക്കും. സെക്കൻഡ് മനുഷ്യർ തന്നെയാണ്. കൊതുകാ ചേട്ടാ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ളത് കൊതുകാണ്. നമ്മുടെ നാട്ടിൽ പലതരം കൊതുകുകളുണ്ട്. ചില കൊതുകുകൾ പാർലമെന്റിൽ ഇരുന്ന് വെറുതെ ബോറടിക്കുമ്പോ സവാളുള്ളിയുടെയും തക്കാളിയുടെയും വില കൂട്ടിയും കുറച്ചും നമ്മുടെ ചോര കുടിക്കും. ഇനി വേറെ ചില കൊതുകുകളുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന നടിമാര് പാവത്തുങ്ങളായിരിക്കും. അവരുടെ വീട്ടിൽ എത്ര പട്ടി വെച്ചു, പൂച്ച തുമ്മിയപ്പോ പൂച്ചക്കാട്ടം വന്നോ, ഇന്നലെ പെയ്ത മഴയിൽ എത്ര ആന്തൂറിയം വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ പാവങ്ങളെ ഈ നാട്ടുകാരുടെ മുമ്പിൽ ബലിയാടാക്കിയിട്ട് അവരുടെ ചോര ഊറ്റി കുടിക്കും. ചേച്ചി, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കോഴിത്തരം ചെയ്യുന്ന ആരാന്നറിയാവോ? തരം ചെയ്യുന്നത് കോഴി. സെക്കൻഡ് നിങ്ങൾക്കറിയാവോ? നടുക്കിരിക്കുന്ന ചേട്ടനാ. അത് സംഭവം ശരിയാ. ഞാൻ വന്നു നിന്നപ്പോ മുതൽ പുള്ളി എന്റെ ചോര കുടിച്ചോണ്ടിരിക്കുക. പറ, ഞാൻ പറയാം അതും ഒരു കൊതുവാണ്. ഭാര്യയും ഭർത്താവും കൂടെ കഥവും ജനലും എല്ലാം അടച്ച് റൂമിനകത്ത് കയറി കുറച്ച് റൊമാൻറ്റിക് ആവാൻ കട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ വധൂരികളെല്ലാം കൂടെ പുതപ്പിന്റെ അടി കാണുമെന്ന്. വൈകുന്നേരം 5 മണിക്ക് കയറി ഇരിക്കുന്നത് റസീം പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതുങ്ങളൊക്കെ ജന്മനാ ഞരമ്പായതാണെങ്കിൽ ഞാൻ കർമ്മബലം കൊണ്ട് ഞരമ്പായ ഒരാളാ. ഞാനും ഒരു കൊതുവായിട്ട് സത്യം പറഞ്ഞാൽ സീരിയസ് റിലേഷൻഷിപ്പിലായിരുന്നു. ഞങ്ങൾ രണ്ടും മതത്തിൽപ്പെട്ടവരാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത റിലേഷൻഷിപ്പെല്ലാം മുമ്പോട്ട് പോയി. അവൾ എന്റെ ചോര കുടിക്കും, ഞാൻ അവളെ ഇറുക്കാതെ കെട്ടിപ്പിടിക്കും. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ തന്റേതല്ലാത്ത കാരണത്താൽ അവളിൽ നിന്നൊരു ഡെങ്കു എന്റെ വയറ്റിൽ വളരുമെന്ന് മനസ്സിലായ അമ്മ ഞങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ പുതിയൊരു വില്ലനെ കൊണ്ടുവന്നു, കൊതൂരി. അമ്മയുടെ വിചാരം കൊതൂരി കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ കൊതുകെല്ലാം ചത്തു പൊങ്ങുമെന്നാ. സംഭവം ഈ കൊതൂരി കത്തിച്ചു വെച്ചപ്പം ഒരു കുഴപ്പമില്ലാതെ പച്ചരി പോലെ നടന്ന എന്റെ അമ്മൂമ്മ കിറങ്ങി അടിച്ച് താഴെ വീണിട്ട് അമ്മൂമ്മയുടെ നീരാവി പോയി. 7ന്റെ അന്ന് സഞ്ചാരി കഴിഞ്ഞ് പോയ കൊതുകൾ പറഞ്ഞ എന്തുവാന്നറിയാവോ? ഒരു പാവ അമ്മൂമ്മയായിരുന്നു. ഇന്ന് വരെ ഒരു കൊതുകിനെ പോലും കൊന്നിട്ടില്ല. കാരണം എന്റെ അമ്മൂമ്മയുടെ കൈ എപ്പോഴും വിറയ്ക്കും. പണ്ടൊരു പൂച്ചേനെ കൊന്നിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തില് ചേച്ചി ഭയങ്കര ഭാഗ്യവതിയാ. എന്ന് വെച്ചാൽ ബേബി സാർ ഒരു കൊതുകിനെ കൊണ്ടുപോലും ചേച്ചിയെ കുത്തിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. ഇല്ല, ഞാൻ ഒരു കല്യാണ വിരോധിയാണേ. പക്ഷെ എന്റെ ലൈഫിൽ ബേബി ചായനെ പോലെ ഒരു കൊതുക് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പിന്നെ ഇവിടെ വന്ന് നിന്നപ്പം പോലും ഞാൻ ഒരു കിറങ്ങി അടിച്ച രീതിയിലാണ് നിൽക്കുന്നേ. അന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്നെ ഒരു കൊതുക് അടിച്ച്. ഈ എവിടെ പോയി ആരുടെ സ്റ്റഫ് അടിച്ച കൊതുകിനെ കടിച്ചാണോന്നൊന്നും എനിക്ക് അറിയത്തില്ല. അതെന്നെ കടിച്ചതിന് ശേഷം എനിക്ക് ഒരു ഓർമ്മയില്ല. പിഷാരി ചേട്ടനെയൊക്കെ എനിക്ക് 4-3 ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലായിടവും നടന്ന് പറയുന്നത് എവിടെയെങ്കിലും ഇരുന്ന് റെസ്പോൺസ് കിട്ടിയാൽ മതിയല്ലോ. അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ സ്റ്റാൻഡപ്പിന്റെ രീതി ഇത് എങ്ങോട്ടാ പൊക്കോണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ ഇനിയിപ്പോ അടുത്ത തവണ നല്ല ഏതെങ്കിലും ഫ്രഷ് കണ്ടന്റ് ഉള്ള കൊതുക് വന്ന് കടിക്കുവാണെങ്കിൽ നല്ലൊരു കണ്ടന്റുമായിട്ട് വരാം. നന്ദി. ഗംഗേ, നല്ല പരിപാടിയായിരുന്നു. ഗംഗയുടെ പെർഫോമൻസ് റിയാക്ഷനുകളുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഗംഗ വിചാരിക്കുന്ന ചില സ്ഥലങ്ങൾ വിചാരിക്കുന്ന പോലെ ആയില്ലെങ്കിൽ ഗംഗ മൂഡ് പോകുന്നുണ്ട്. ചേട്ടാ, റിയാക്ഷൻ വെച്ചിട്ടാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ റിയാക്ഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങ് ഡൗൺ ആവും. എനിക്ക് റിയാക്ഷൻ ആവുന്നുണ്ട്, അതാ പറഞ്ഞത്. റിയാക്ഷൻ ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ച പോലെ കിട്ടും. നമ്മൾ എന്തോ ഒരു പണി കാണിച്ച് ആ സാധനത്തിനെ ഇങ്ങ് പിടിച്ചെടുത്ത് ഓക്കെ ആയിട്ട് മുന്നിലേക്ക് പോകേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ശ്രദ്ധിക്കുക. കണ്ടന്റ് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു ചേട്ടാ.
ശരിക്കും നാട് എവിടെയാ? കൊല്ലം. കൊല്ലം. പക്ഷെ ഇടയ്ക്ക് സംസാരിക്കുമ്പോ എന്നാന്ന് ഈ കോട്ടയം ആ ഒരു സ്ലാങ് ഒക്കെ വന്നിരുന്നു. ആണോ? ആ എല്ലാവരുടെയും കൂടെ സംസാരിച്ചു വരുമ്പോ ഇങ്ങനെ വരുന്നതായിരിക്കും. പിന്നെ കൊതുകിനൊക്കെ ഇടയ്ക്ക് അവള് എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോ എനിക്ക് തോന്നി, അതായത് കൊതുകിനെ എന്താ പറയാ, ഞാനും ഒരു കൊതുകും തമ്മിൽ റിലേഷനായി. അവളിൽ എനിക്കൊരു ഡെങ്കു ഉണ്ടായി. അല്ല, നമ്മളെ കടിക്കുന്നത് ഗേൾസ് ആയിട്ടുള്ള കൊതുകുകളല്ലേ? അല്ല, അവളിൽ എനിക്കൊരു ഗർഭം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് എന്താണ് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ശരിക്കും പറഞ്ഞാൽ കൊതുകിനെ പറ്റി ഒരു ഗവേഷണം നടത്തിയിട്ടാണ് ഈ script ഉണ്ടാക്കിയേക്കണത്. രാജമൗലി 2 പടം ഹിറ്റാക്കിയപ്പോ അവിടെ നാട്ടിലെ എല്ലാരും കൂടെ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് പടം ചെയ്യാൻ ആർക്കും പറ്റും എന്ന് പറഞ്ഞതുകൊണ്ടാണ് പുള്ളി ഈച്ചനെ വെച്ചൊരു പടം പിടിച്ചത്. അതുപോലെയാണ് ഗംഗ വന്നേക്കണേ. കൊതുകുമായിട്ടാണ് വന്നിരിക്കുന്നത്. കൊതുക് നല്ല രസമായിട്ടൊക്കെ ചെയ്തു. സൂപ്പറായി കേട്ടോ. താങ്ക് യു ഗംഗ. താങ്ക് യു. ഇന്നത്തെ വൗസേഴ്സ് വൗ മൊമെന്റ്. മമ്മൂക്കക്ക് ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലായിരിക്കും ജോലി. കാരണം കംപ്ലീറ്റ് മമ്മൂട്ടി പണിയുന്ന വർക്കൊക്കെ എല്ലാം ഷോറൂം കണ്ടീഷൻ ആവുമെങ്കിലും ആ വണ്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം വണ്ടി മുമ്പോട്ട് പോകില്ല, പുറകോട്ട് മാത്രമേ പോവുള്ളൂ. കാരണം പുള്ളി ഏജിൻ റിവേഴ്സ് ഗിയർ ആണല്ലോ. പിന്നെ നമ്മുടെ രമേശ് ചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ, രമേശ് ചേട്ടൻ ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഊഹം വെച്ച് ഞാൻ പറയാം, അദ്ദേഹം ഈ കൊച്ചു പുസ്തകങ്ങൾ എഴുതുന്ന, അതായത് കൊച്ചുങ്ങൾക്കുള്ള പുസ്തകങ്ങളെ, അതായത് കുട്ടിക്കൊടുക്ക, കുട്ടിരമ, ഇതൊക്കെ എഴുതുന്ന ആളായിരിക്കും. കാരണം കഥകൾക്ക് ഇവിടെ ഒരു ക്ഷാമമില്ലല്ലോ. പക്ഷെ എന്നാലും രമേശ് ചേട്ടന് ഫുൾ ടൈം എഴുതാൻ നിൽക്കാൻ പറ്റൂല. കാരണം രമേശ് ചേട്ടൻ കൂടുതൽ സമയം ഞാൻ നേരത്തെ പറഞ്ഞ മമ്മൂക്കയുടെ വർക്ക്ഷോപ്പിലായിരിക്കും. ഫൺ ബേബി ഫണ്ണിൽ സ്റ്റാൻഡപ്പ് പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഈ ഒരു മെയിൽ ഐഡിയിലേക്ക് അയച്ചു തരിക. funbabyfun2025@gmail.com. അതെ, അങ്ങനെ വീട്ടപ്പറ്റില്ല. അല്ല, പക്ഷെ നമ്മളത് കുറച്ചുകൂടെ അല്ല ഇതില്ലേ, അങ്ങനെ വിടാൻ പറ്റില്ല നമുക്ക്. എന്താ സംഭവം എന്നറിയോ? പറഞ്ഞോട് എല്ലാവരും ഇവിടെ നിൽക്ക്, ഞാൻ പറയാം. രമേശ് അതിഥി നിങ്ങളും കൂടെ കേട്ടോണം കേട്ടോ. നമസ്കാരം. ഇവിടെ അധ്യക്ഷ സ്ഥാനത്തുള്ള ബേബി സാറ്, മറ്റു കുടുംബാംഗങ്ങൾ, വിശിഷ്ടാതിഥികളായിട്ടുള്ള പിഷാരടി അതിഥി, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ അടിയന്തരമായിട്ട് ഇങ്ങനെ ഒരു കുടുംബയോഗം ചേർന്നിരിക്കുന്ന മറ്റൊന്നുമല്ല, നമ്മൾ അഭയൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഈ വീട്ടിൽ അഭയം കൊടുക്കുകയും അതിപ്പോ നമുക്ക് എല്ലാവർക്കും ഭയമായിട്ട് മാറിയിരിക്കുകയാണ്. വേലി കിടന്ന പാമ്പിനെ എടുത്ത് ബേബി സാറ് ബംഗ്ലാവിൽ വെച്ച അവസ്ഥയാണ്. അപ്പൊ അദ്ദേഹത്തെ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അവരവർക്ക് തോന്നുന്ന ആശയങ്ങൾ പറയാം. എനിക്ക് എന്താ തോന്നുന്നതെന്ന് അറിയോ പേച്ചായ, നമുക്ക് കൊട്ടേഷൻ കൊടുക്കാം. അത് ശരിയാവൂല. കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാ കൊട്ടേഷൻകാര് വന്ന് അവരെ കൊണ്ട് വേണമെങ്കിൽ ഇവൻ പണിയെടുക്കും. എന്റെ വേറൊരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഈ അഭയന്റെ മേത്ത് കുറെ വാണം വെച്ച് കെട്ടിട്ട് കത്തിച്ച് മുകളിലേക്ക് വിട്ടാലോ? അതൊന്നും നടക്കൂല. നടക്കണ നടപടി ഞാനൊരു ഐഡിയ പറയട്ടെ. പറഞ്ഞു. ഇഞ്ചക്ഷൻ കൊടുത്ത് അങ്ങോട്ട് തളർത്തി കളഞ്ഞാലോ? അത് കൊള്ളാം. അപ്പൊ എന്താ നീ വെക്കില്ലേ? മരുന്നുണ്ട്, പക്ഷെ ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കില്ല. എന്താ? അത് മെഡിക്കൽ എത്തിക്സിനെതിരാണ്. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഫ്ലോർ വെച്ച് കത്തിച്ചു കളഞ്ഞാലോ? അല്ലൊന്നും കത്തി തീരുന്ന സാധനമല്ല അത്. അതെ, നമ്മൾ വിചാരിക്കണ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം? ഒന്നാമത്തെ കാര്യം, അയാളെ പെട്ടെന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാല്, അയാള് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ തന്നെ പരിപാടിക്ക് ഒരു ചീത്തപ്പേരാണ്. നമ്മളായിട്ട് വിളിച്ചു വരുത്തി അയാളെ കൊണ്ട് പേരുണ്ടാക്കിയതാണ്. ആർക്ക് സഹായിക്കാൻ പറ്റും ഇപ്പം? അദ്ദേഹത്തിനെ ഇവിടുന്ന് മടുത്തിട്ട് പോണ പോലെ പോണം. വെറുത്തിട്ട് വെറുപ്പിച്ച് ഓടിക്കണം. അതായത് ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പിഷാരടിയുടെ ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി എന്നാണല്ലോ നമുക്ക് ഈ ഒരു ആശയം ഒതുക്കുകയും ഇൻസ്പയർഡ് ആയിട്ടാണ് നിങ്ങളൊരു ചാരിറ്റി ചെയ്തത്. അതേപോലെ ഒന്ന് ഇൻസ്പയർഡ് ആക്കിയിട്ട് പുള്ളിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ചിലപ്പോ കാര്യങ്ങൾ മനസ്സിലാകും. അത് ഞാൻ ശ്രമിക്കാം. ഞാനൊരു ഇൻസ്പയറിംഗ് സ്റ്റോറി പറഞ്ഞ് അത് ഞാൻ ഭംഗിയാക്കി അത് ഓപ്പറേറ്റ് ചെയ്ത് തരാൻ പറ്റും. ഞാൻ പുള്ളിനെ വിളിക്കാം. അഭയൻ സാറേ, ഇതാണ്
ഉള്ള ഭക്ഷണം മുഴുവൻ കഴിച്ചിട്ട് എന്താ അവിടെ തന്നെ കൂട്ടം കൂടിയിരിക്കണത്? പണിയൊക്കെ നമുക്ക് ചെയ്യാന്നേ. എന്താ പരിപാടി ഇവിടെ? ഇടയ്ക്ക് നമുക്കൊരു ഒരു ചെറിയ സർപ്രൈസ് ഞങ്ങളുടെ വക. എന്താണ് സർപ്രൈസ് ഒക്കെ ആയിക്കോട്ടെ, ഉള്ള സമയം കൊണ്ട് നിങ്ങളുള്ള പണികൾ എടുക്കാം. അല്ലാതെ വെറുതെ പണികൾ മാത്രമല്ലോ ഈ ഫ്ലോറിൽ ഇപ്പൊ നിലവിൽ എന്താ നിങ്ങളുടെ പ്രശ്നം? എന്റർടൈൻമെന്റ് ഉണ്ടല്ലോ ഇവിടെ. അല്ല, നമുക്ക് ഒരാൾ ഭാരമായി കഴിഞ്ഞാൽ എങ്ങനെ ഒഴിവാക്കാന്നുള്ള ഞങ്ങൾ അതിന് വലിയ ആലോചനയില്ല. നമുക്കൊരാൾ ഭാരമാണെന്ന് തോന്നിയാൽ ഒന്നില്ലെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ തല്ലി ഓടിക്കണം, അല്ലാതെ വച്ചു അഴിക്കാൻ പാടില്ല. അല്ല, തല്ലി ഓടിക്കണമെന്ന് ശരിയല്ല. നമ്മള് അങ്ങനെ ഓടിക്കാൻ എന്തോ രമേശ് ചേട്ടൻ എന്തോ വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലെ മിഹോ ഒഹാമയില് വുവാൻചുൻ എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു. ഈ കുട്ടി വലിയ വാശിക്കാരനായിരുന്നു. ഇവൻ ആര് പറഞ്ഞാലും അനുസരിക്കില്ല. അപ്പൊ ഇവന്റെ അച്ഛൻ വിറക് വെട്ടി ജീവിക്കുന്ന ഒരാളാണ്. ഇയാൾ അന്ന് കാലത്ത് അവിടെ ഈ വിറക് വെട്ടാൻ വേണ്ടി ആ കാലങ്ങളിൽ ചില കാടുകളിലൊക്കെ പോകുമ്പം ആ കാട്ടിൽ വെച്ചിട്ട് പെട്ടെന്ന് നിർത്ത്. എന്റെ പൊന്നോ, ഇതിലും ഭേദം കാട്ടാറെ ചവിട്ടി കൊല്ലണതാണ്. ഞാൻ ഈ കുടുംബത്തില്ല എന്റെ ചങ്ങാതിയെ. ഇതിനെക്കാട്ടിയും വലിയ കൊട്ടേഷൻ ഉണ്ടാ. ഇതാണ് നിർത്തി കത്തിക്കണം. അതിർത്തി ചെന്നായിരുന്നെങ്കിൽ പട്ടാളക്കാർ ഓടിയനെ. ഈ സന്തോഷത്തിൽ നമ്മുടെ ഇന്നത്തെ വിന്നേഴ്സ് ആരാന്ന് കൂടെ നമുക്ക് നോക്കാം. അതിനായി വേദിയിലേക്ക് ക്ഷണിക്കാം രമേശ് ചേട്ടൻ ആൻഡ് അതിഥി. നമുക്ക് നമ്മുടെ കണ്ടസ്റ്റൻസിനെ കൂടെ വേദിയിലേക്ക് വിളിക്കാം. മെൽവിൻ ആൻഡ് ഗംഗ പ്ലീസ്. എല്ലാ എപ്പിസോഡുകളിലും പോലെ രണ്ടുപേരും ഒപ്പത്തിനൊപ്പം മത്സരിച്ച എപ്പിസോഡായിരുന്നു ഇത്. രണ്ടുപേരുടെയും വിഷയങ്ങൾ തമ്മിലോ അവതരണം തമ്മിലോ ഒന്ന് താരതമ്യം ചെയ്തുകൊണ്ട് നമുക്കൊരു വിജയി നിർണ്ണയിക്കുക എന്ന് പറയുന്നത് വലിയ പാടായിരുന്നു രണ്ടുപേരും. എങ്കിലും ഒരു സ്റ്റാൻഡപ്പ് കോമഡിയുടെ ശൈലിയും അവതരണവും അതിന്റെ കണ്ടന്റിന്റെ പുതുമയും എല്ലാം കൂടെ കണക്കാക്കിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഈ രണ്ട് പ്രകടനങ്ങളിൽ മികച്ചു നിൽക്കുന്നത് ഗംഗ. ഓക്കേ.